ശ്രീ ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം ബാലകാണ്ഡം അവതാരം. കൗസല്യാദി ദേവിമാരുടെ ഗർഭം ക്രമേണ വളർന്ന് പരിപക്വാവസ്ഥയെ പ്രാപിച്ചു. മേടമാസത്തിൽ പുണർദം നക്ഷത്രവും നവമി തിഥിയും കൂടിച്ചേർന്ന പുണ്യദിനത്തിൽ 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ, അതായത് മേടത്തിൽ ആദിത്യനും ബുധനും, കർക്കിടകത്തിൽ വ്യാഴവും ചന്ദ്രനും, തുലാത്തിൽ ശനിയും, മകരത്തിൽ ചൊവ്വയും, മീനത്തിൽ ശുക്രനും നിൽക്കുമ്പോൾ, കർക്കടകം രാശി ലഗ്നമായി ഭഗവാൻ ശ്രീനാരായണൻ സ്വയമേവ കൗസല്യാദേവിയിൽ കൂടെ അവതാരം ചെയ്തു. അവതരിച്ച ഉടനെ തന്നെ ദിവ്യമായ വൈഷ്ണവ സ്വരൂപത്തിൽ സൂതിഗൃഹത്തിൽ വെച്ച് തന്നെ അമ്മയായ കൗസല്യാദേവിക്ക് ദർശനം കൊടുത്തു. ദിവ്യമായ ഭഗവത് ദർശനം കൊണ്ട് ചരിതാർത്ഥയും അത്യന്ത സന്തുഷ്ടയുമായ ദേവി വർദ്ധിച്ചു വന്ന ഭക്തിയാൽ ആവിഷ്ടയായി ധാരയായൊഴുകുന്ന കണ്ണുനീരോടും പൊട്ടിത്തെറിച്ച ശരീരത്തോടും കൂടി ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് വീണ് നമസ്കരിച്ച് എഴുന്നേറ്റ് കൂപ്പി തൊഴുതുകൊണ്ട് ഗൽഗതങ്ങളായ വാക്കുകളാൽ വാഴ്ത്തി സ്തുതിച്ചു. അമ്മയുടെ മാതൃവാത്സല്യം നിർവിശേഷവും എന്നാൽ ഭക്തി പരവശവുമായ സ്തുതിവാക്യങ്ങളെ കേട്ട് സന്തുഷ്ടനായി ദേവിയെ അനുഗ്രഹിച്ചു. അനന്തരം അമ്മയുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് തന്നെ ദിവ്യസ്വരൂപത്തെ മറച്ച് ചെറിയ മനുഷ്യ ശിശുവായി പ്രസവശയ്യയിൽ കിടന്നു. അധർമ്മം വർദ്ധിച്ച ഈ അവസരത്തിൽ അധർമ്മികളായ രാക്ഷസന്മാരെ കൊന്ന് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ധർമ്മമൂർത്തിയായ ഭഗവാൻ തന്നെയാണ് തൻ്റെ പുത്രത്വേന അവതരിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞ കൗസല്യാദേവിക്ക് സന്തോഷഭാരം താങ്ങാൻ കഴിഞ്ഞില്ല. അല്പസമയത്തിനുള്ളിൽ ദേവിയുടെ പ്രസവ വാർത്ത അരമനയിൽ മുഴുവൻ അറിയപ്പെട്ടു. മഹാരാജാവ് സന്തോഷാതിരേകത്താൽ മതിമറന്ന് ജാതകർമാദി പ്രഥമ കൃത്യങ്ങളെ നിർവഹിച്ച ശേഷം ഉണ്ണിയുടെ ശ്രേയസ്സിനും ദീർഘായുസിനും വേണ്ടി പലരെ കൊണ്ടും പല സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പലർക്കും പലതും ദാനം ചെയ്യുകയും ചെയ്തു. അനന്തരം കൈകേയും സുകുമാരനായൊരു കുമാരനെ പ്രസവിച്ചു. പിന്നെ സുമിത്രാദേവി കോമളന്മാരായ 2 രാജകുമാരന്മാരെയും പ്രസവിച്ചു. രാജാവും അരമനയിലുള്ള മറ്റ് ജനങ്ങളും എന്ന് വേണ്ട പുരവാസി ജനങ്ങളൊട്ടാകെ തന്നെയും സന്തോഷ സമുദ്രത്തിൽ ആറാടി എന്ന് പറയണം. ഒരു പുത്രൻ്റെ മുഖം കാണാൻ കൊതിച്ച് സാധിക്കാതെ നിരാശനായി വളരെക്കാലം ദുഃഖാർത്തനായി കഴിഞ്ഞുകൂടിയ മഹാരാജാവിന് 4 പുത്രന്മാരെ ഒന്നിച്ച് ലഭിച്ചപ്പോഴുണ്ടായ സന്തോഷാതിരേകം വർണ്ണിക്കാൻ വയ്യാത്ത തോതിലായിരുന്നു. സുഹൃതിയായ ജീവൻ മനുഷ്യനായും ജ്ഞാനിയായും തീരുമ്പോൾ 4 രൂപത്തിലാണ് ജീവിതം. പ്രസ്തുത 4 രൂപങ്ങൾക്ക് 4 സ്വരൂപങ്ങളും 4 പേരുകളും പറയാറുണ്ട്. ജാഗ്രതാവസ്ഥയിൽ ഒരു പ്രകാരത്തിലും, സ്വപ്നത്തിൽ മറ്റൊരു രൂപത്തിലും, സുഷുപ്തിയിൽ പിന്നെ ഒരു പ്രകാരത്തിലും, ഈ 3 അവസ്ഥകളെയും വിടുമ്പോൾ 4ാമത്തെ തരത്തിലുമാണ് ജീവിക്കുന്നത്. ജീവൻ ഒന്ന് തന്നെയാണെങ്കിലും ജാഗ്രതാദ്യവസ്ഥകളിലെ സംസ്കാരങ്ങൾക്ക് വളരെ വ്യത്യാസമുണ്ട്. അതിനാൽ ജാഗ്രത അവസ്ഥയിൽ ജീവനെ വിശ്വനെന്നും, സ്വപ്നാവസ്ഥയിൽ തൈജസ്സനെന്നും, സുഷുപ്താവസ്ഥയിൽ പ്രാജ്ഞനെന്നും, 3 അവസ്ഥകളെയും വിടുമ്പോൾ തുര്യനെന്നും പറയും. അജ്ഞനായ ഒരാൾക്ക് തുര്യ ഭാവം ഉണ്ടാകുന്നില്ല. 3 ഭാവങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അഭിജ്ഞനായ ഒരാൾക്ക് പ്രസ്തുത 4 ഭാവങ്ങളുമുണ്ട്. ഇവയ്ക്ക് പുറമെ 5ാമതൊരു ഭാവം ജീവനുണ്ടാവാൻ വയ്യ. ജ്ഞാനദശയിലും അജ്ഞാനദശയിലും കൂടി ജീവൻ വ്യാപരിക്കുന്ന ദശാവിശേഷങ്ങൾ ആകെ 4ആണ്. അവയാണ് മുൻ പറയപ്പെട്ടവ. അതിനാൽ പ്രസ്തുത 4 ദശകളോടുകൂടിയ ജീവഭാവത്തെ ഭഗവാന്റെ പൂർണ്ണാവതാരമെന്നും ഏതെങ്കിലും ചില ദശകളോടുകൂടിയതിനെ അല്പാവതാരമെന്നും പറഞ്ഞു വരുന്നു. പുരാണ പ്രസിദ്ധ ദശാവതാരങ്ങളിൽ 2 പൂർണ്ണാവതാരങ്ങളും ബാക്കി 8 അംശാവതാരങ്ങളുമെന്ന് പറയപ്പെട്ടു വരുന്നു. ശ്രീകൃഷ്ണാവതാരവും ശ്രീരാമാവതാരവുമാണ് പൂർണ്ണാവതാരങ്ങളെന്ന് മതം. അവ രണ്ടും 4 രൂപത്തിലുമാണ്. ശ്രീകൃഷ്ണാവതാരത്തിൽ ശ്രീകൃഷ്ണൻ, ബലരാമൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ ഇങ്ങനെയും, ശ്രീരാമാവതാരത്തിൽ ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഇങ്ങനെയും 4 സ്വരൂപങ്ങളുണ്ട്. അതിനാൽ പൂർണ്ണാവതാരങ്ങൾ 4 സ്വരൂപത്തിലും അംശാവതാരങ്ങൾ ഏക സ്വരൂപത്തിലുമെന്നാണ് അഭിജ്ഞമതം. അഭിജ്ഞനായ മനുഷ്യനായി തീരുമ്പോൾ ജീവൻ സമ്പൂർണനും അനഭിജ്ഞനായ മനുഷ്യനോ മനുഷ്യേതര ശരീരിയോ ആയിത്തീരുമ്പോൾ അപൂർണനുമായി തീരുന്നുവെന്ന് താൽപ്പര്യം. അപ്പോൾ ഭഗവാൻ അയോധ്യയിൽ ദശരഥ രാജാവിൻ്റെ പുത്രത്വേന
കൗസല്യാദി 3 രാജ്ഞിമാരിൽ കൂടെ 4 സ്വരൂപത്തിൽ അവതരിച്ചു എന്നു പറഞ്ഞാൽ ജീവൻ പ്രപഞ്ചത്തിൽ ജന്മാന്തര സുഹൃതാതിരേകത്താൽ അഭിജ്ഞനായ മനുഷ്യനായി തൈജസ പ്രാജ്ഞ തുരീയങ്ങളാകുന്ന 4 ഭാവങ്ങളോടെ ജനിച്ചു എന്നർത്ഥം. ഇങ്ങനെ ജനിച്ച ഒരു ജീവൻ പ്രപഞ്ചത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മുക്തനാകണമെന്നുമുള്ള ഭാവങ്ങളെ കീർത്തിക്കുന്നു മേലോട്ടുള്ള കഥാഭാഗങ്ങളെ കൊണ്ട്. മാതാപിതാക്കന്മാരുടെയും മറ്റുള്ളവരുടെയും കണ്ണിലുണ്ണിയായി വളരുന്ന രാജകുമാരന്മാർ അവരുടെ ബാലസഹജങ്ങളായ ലീലാ വിശേഷങ്ങളെ കൊണ്ട് എല്ലാവരെയും രസിപ്പിക്കാനും രമിപ്പിക്കാനും തുടങ്ങി. വാത്സല്യാതിരേകത്താൽ പിതാവ് അവരുടെ ക്ഷേമാഭിവൃദ്ധിക്ക് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ചെയ്തു വന്നു. ക്രമേണ വളർന്നു വരുന്ന കുമാരന്മാർക്ക് ഉപനയനത്തിൻ്റെ പ്രായമായി. കുലഗുരുവും പരമജ്ഞാനിയുമായ വസിഷ്ഠ മഹർഷി തന്നെ തക്ക സമയത്ത് ഉപനയനം കഴിച്ച് വിദ്യാഭ്യാസം ചെയ്യിച്ചു വന്നു. കാലം കൊണ്ട് വേദങ്ങളും ശാസ്ത്രങ്ങളും ക്ഷത്രിയന്മാർക്ക് അത്യന്താപേക്ഷിതമായ ധനുർവേദവും പഠിപ്പിക്കപ്പെട്ടു. വിദ്യാഭ്യാസാനന്തരം സമാവർത്തനവും കഴിച്ച് ബ്രഹ്മചര്യ ദീക്ഷയെ അവസാനിപ്പിച്ചു. അനന്തരം തീർത്ഥാടനവും ദേശസഞ്ചാരവും കഴിഞ്ഞ് മടങ്ങി അരമനയിൽ തന്നെ രാജകുമാരന്മാർ സുഖസമാധാനങ്ങളോടുകൂടി താമസിച്ചു വന്നു. ക്രമേണ യൗവനം വന്നെടുത്തു. 4 കുമാരന്മാർക്കും വിവാഹോചിത പ്രായമായി. താമസിയാതെ അതും കൂടി നിർവഹിക്കണമെന്ന് രാജാവ് തീർച്ചപ്പെടുത്തി. അങ്ങനെയിരിക്കുമ്പോൾ രസകരമായ ഒരു സംഭവമുണ്ടായി. ഒരു ദിവസം പ്രഭാവശാലിയായ വിശ്വാമിത്ര മഹർഷി ബദ്ധപ്പാടോടുകൂടി അരമനയിലേക്ക് കയറി വന്നു. തപശക്തി കൊണ്ട് അത്യന്തം പ്രഭാവശാലിയും തേജസ്വിയുമായ വിശ്വാമിത്ര മഹർഷി ബദ്ധപ്പാടോടും പരിഭ്രമത്തോടും കൂടി വരുന്നതിനെ കണ്ട് അരമനയിലെ രാജഭൃത്യന്മാർ ആശങ്കയോടെ ഓടിച്ചെന്ന് മഹാരാജാവിനെ വിവരം ധരിപ്പിച്ചു. വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പനയായി. ദശരഥൻ തൻ്റെ പരിവാര ജനങ്ങളോടുകൂടി മഹർഷിയെ വേണ്ട പോലെ സ്വീകരിച്ചു കൂട്ടിക്കൊണ്ടുപോയി ഉചിതമാം വണ്ണം പൂജിച്ചു സൽക്കരിച്ചു. രാജാവിൻ്റെ ഭക്തി ബഹുമാന നിർഭരമായ പൂജാതി ഉപചാരം കൊണ്ട് മഹാത്മാവായ വിശ്വാമിത്രനും ഋഷിയുടെ മനമലിഞ്ഞ ആശംസകളെ കൊണ്ട് ദശരഥനും ചരിതാർത്ഥന്മാരായി അന്യോന്യം കുശല പ്രശ്നം ചെയ്തു. അനന്തരം താനെന്ത് സേവനമാണ് ചെയ്തു തരേണ്ടതെന്നും വന്ന കാര്യമെന്താണെന്നും അറിയിക്കാൻ അപേക്ഷിച്ചു മഹാരാജാവ്. അതിന് മറുപടി പറയാൻ തുടങ്ങി വിശ്വാമിത്രൻ. രാജൻ, ഞങ്ങൾ വാവുതോറും നടത്തിവരുന്ന ഒരു യജ്ഞമുണ്ട്. പല പ്രകാരത്തിൽ അത് രാക്ഷസന്മാരാൽ മുടക്കപ്പെട്ടു വരുന്നു. നീചങ്ങളായ പ്രവർത്തികളെ കൊണ്ട് അവർ പലപ്പോഴും ഞങ്ങളുടെ യജ്ഞകർമ്മത്തെ ദുഷിപ്പിക്കുന്നു. ഇപ്രാവശ്യമെങ്കിലും ആ ദുഷ്ടന്മാരുടെ ബാധ കൂടാതെ യജ്ഞം മംഗളകരമായി നിറവേറ്റിയാൽ കൊള്ളാം എന്നുണ്ട്. അതിന് പൗരുഷശാലിയും ആയുധ പ്രയോഗത്തിലും ശത്രുസംഹാരത്തിലും സമർത്ഥനുമായ ഒരു യോദ്ധാവിൻ്റെ സേവനം അത്യാവശ്യമായി തീർന്നിരിക്കുന്നു. അങ്ങയുടെ പുത്രന്മാരിൽ ജ്യേഷ്ഠ സഹോദരനായ രാമൻ ഈ ആവശ്യത്തിന് തികച്ചും പറ്റിയ ഒരു യോദ്ധാവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനാൽ രാമനെ ലക്ഷ്മണനോടുകൂടി എന്നോടൊത്ത് പറഞ്ഞയക്കണം. രാക്ഷസന്മാരുടെ ഉപദ്രവമേൽക്കാൻ ഇടവരാതെ യജ്ഞത്തെ കാത്തു രക്ഷിച്ച് യജ്ഞം കഴിഞ്ഞാൽ ഇവിടെ തന്നെ മടക്കിക്കൊണ്ടുവന്ന് തരികയും ചെയ്യാം. പുത്രലാലസനായ അങ്ങയ്ക്ക് ഒരുപക്ഷെ അല്പദിവസത്തെ പുത്രവിരഹം ഒരു അസഹ്യമായ ശല്യമായി തോന്നാമെങ്കിൽ കൂടി അത് മഹത്തായ ഒരു കാര്യനിർവഹണത്തിനു വേണ്ടിയാണ് എന്ന് ഓർത്ത് സഹിക്കണം. ഇത്രയും അങ്ങ് ചെയ്തു തരുന്നെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. ഇതിൽ നിന്ന് അന്യമായ മറ്റ് യാതൊരു സേവനവും ഞാൻ അങ്ങയിൽ നിന്ന് കാക്ഷിക്കുന്നില്ല. ഇപ്രകാരമുള്ള വിശ്വാമിത്ര മഹർഷിയുടെ വാക്ക് രാജാവിനെ സ്തബ്ധനാക്കി. എന്തു ചെയ്യണം എന്നറിയാതെ അദ്ദേഹം വിഷമിച്ചു. മഹാത്മാവും വീര്യശാലിയുമായ വിശ്വാമിത്ര മഹർഷിയുടെ അഭിപ്രായത്തിന് വിപരീതം പറയാനോ പ്രവർത്തിക്കാനോ വയ്യ. എന്നാൽ രാമനെ തൽക്കാലം അദ്ദേഹത്തോട് ഒരുമിച്ച് പറഞ്ഞയക്കുക എന്നതും സാധ്യമല്ല. വളരെ കാലമായി ആഗ്രഹിച്ചു കിട്ടിയ പുത്രനെ ഈ ഇളം പ്രായത്തിൽ തന്നെ ക്രൂരന്മാരും കുടിലന്മാരും മഹാശക്തരുമായ രാക്ഷസന്മാരുടെ ഇടയിലേക്ക് അയക്കുകയെന്നതും വിചാരിക്കാൻ പോലും വയ്യാത്ത പ്രവൃത്തിയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ രാജാവ് വിഷണ്ണനായി. വളരെ നേരം ആലോചിച്ചു. അവസാനം ധൈര്യം അവലംബിച്ചുകൊണ്ട് അദ്ദേഹം അറിയിച്ചു.